ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ധന്യാസ് ഫാമിലി വ്ലോഗ്. അപ്പോൾ ഇന്ന് നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു സ്നാക്സ് റെസിപ്പിയാണ് കേട്ടോ. വളരെ ഈസി ആയിട്ട് ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സ് റെസിപ്പിയാണ്. മസ്റ്റായിട്ട് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് കമൻസ് ആയിട്ട് അറിയിക്കണം. അപ്പോൾ നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനുവേണ്ടി നമുക്കിവിടെ വേണ്ടത് ബ്രെഡാണ് കേട്ടോ. ഞാനിത് ഒരു 5-6 ബ്രെഡ് വരെ എടുത്തിട്ടുണ്ട്. നമുക്ക് ആ ബ്രെഡിനെ മിക്സിയുടെ ജാറിലോട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. കാരണം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് എല്ലാം അങ്ങ് ഇട്ട് കൊടുക്കാമേ. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. ഇതിന് പ്രധാനമായിട്ട് നമുക്ക് വേണ്ടത് ബ്രെഡും തേങ്ങയുമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ബ്രെഡെല്ലാം ഇതേപോലെ പൊടിച്ചതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അരമുറി തേങ്ങ തിരകിയത് ഇട്ട് കൊടുക്കാം കേട്ടോ. തേങ്ങ എത്ര ഇട്ടാലും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ അത് തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് തേങ്ങ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിനായിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് മധുരം വേണമെങ്കിൽ കൂട്ടി ആഡ് ചെയ്യാം. പക്ഷേ ഇതൊരു നോർമൽ കറക്റ്റ് മധുരം ആയിരിക്കും കേട്ടോ. അപ്പോൾ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 3-4 ഏലക്കയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ടാണ്. അപ്പോൾ ഏലക്കയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് നല്ലോണം ഇതൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം കേട്ടോ. അതായത് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്താൽ മതിയെ. ക്രഷ് ചെയ്യുമ്പോഴത്തേക്കും ബ്രെഡൊക്കെ നല്ലോണം ഒന്ന് പൊടിഞ്ഞ് എല്ലാം ഒന്ന് മിക്സായി കിട്ടും കേട്ടോ. അപ്പോൾ അതാ ഇവിടെ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടല്ലോ, ഇതാ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. ബ്രെഡും തേങ്ങയും എല്ലാം നല്ലോണം ഒന്ന് മിക്സായി റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ അതാ ബൗളിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ടേ. നമ്മുടെ വീട്ടിലെ അംഗങ്ങൾക്കനുസരിച്ച് നമുക്കിത് കൂട്ടിയൊക്കെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് ഇൻഗ്രീഡിയൻസും കൂട്ടിയെടുത്താൽ മതിയാകുമേ. അപ്പോൾ അത് ബ്രെഡെല്ലാം ബൗളിലോട്ട് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് അതൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഒരുപാട് വെള്ളമൊന്നും നമ്മളിതിൽ ചേർക്കേണ്ട ആവശ്യമില്ല. ഒരു 3 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അത് നല്ല ടേസ്റ്റ് കിട്ടാനും ഇത് നല്ല പലഹാരം നല്ല സോഫ്റ്റ് ആവാനും സഹായിക്കേ. അപ്പോൾ ഞാൻ എന്താ ഇവിടെ ഒരു 3 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലോണം അങ്ങ് കുഴച്ചെടുക്കാമേ. കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സ് റെസിപ്പിയാണ് കേട്ടോ. നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. ബ്രെഡും തേങ്ങയും നമ്മൾ കുഴയ്ക്കാനായിട്ട് കുറച്ച് പാലും കൂടെ ഉപയോഗിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്സ് റെസിപ്പിയാണ്. അപ്പം കുട്ടികൾക്കൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊന്ന് കമൻറ്റ് ചെയ്തേനെ. അപ്പോൾ അത് നല്ലോണം ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് കാഷ്യൂനട്ട് ഞാൻ ഇതേപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് അതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ കഴിക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് കടിക്കാനായിട്ട് കിട്ടും കേട്ടോ. അത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അതുകൂടാതെ കുട്ടികൾക്ക് കൊടുക്കുന്നതല്ലേ, അപ്പോൾ കാഷ്യൂനട്ടൊക്കെ ആഡ് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റും ആയിരിക്കും. അവർക്ക് നല്ല ഇഷ്ടപ്പെടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് ആഡ് ചെയ്ത് നല്ലോണം ഒന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി കയ്യിൽ കുറച്ച് എണ്ണയോ നെയ്യോ ഒന്ന് തടയി കൊടുത്തതിന് ശേഷം നമുക്കിത് ചെറിയ ചെറിയ ബൗളാക്കി ഒന്ന് ഉരുട്ടിയെടുക്കാമേ. അപ്പോൾ കണ്ടല്ലോ, ഇതേപോലെ ചെറിയ ചെറിയ പീസാക്കി എടുത്ത് നമുക്കിത് ഇതേപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ റെഡി ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എന്താ ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് എല്ലാം കൂടെ ഒരു 8 എണ്ണം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്താ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഒരു പാൻ വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് ഓരോ ബൗളായിട്ട് ഇട്ട് കൊടുക്കാമേ. തീ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിരിക്കണേ. അപ്പോൾ ഞാൻ എന്താ ആദ്യത്തെ സ്റ്റെപ്പിൽ തന്നെ എല്ലാം അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ പാത്രത്തിൻ്റെ അകലം അനുസരിച്ച് നമുക്ക് ഓരോ സ്റ്റെപ്പായിട്ട് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് ഒന്ന് വിട്ട് കൊടുത്തതിന് ശേഷം നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇളക്കി കൊടുത്ത് അതിൻ്റെ നിറമൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്ക് പാനിൽ നിന്ന് മാറ്റാമേ. അപ്പോൾ നിറം ചെറുതായിട്ടൊന്ന് മാറി വരുമ്പോൾ തന്നെ നമുക്ക് മാറ്റാം കേട്ടോ. പുറമേ നല്ല ക്രിസ്പിയും അകം നല്ല സോഫ്റ്റും ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ അത്യാവശ്യം ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് നിറം മാറി വരുന്ന സമയം തന്നെ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാമേ.
അപ്പോൾ അതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല പുറമേ നല്ല ക്രിസ്പിയാണ്, അകം നല്ല സോഫ്റ്റുമാണ് കേട്ടോ. ഞാൻ എന്താ നല്ല ചൂടാണേ. അപ്പോൾ നമുക്കൊരു സ്പൂൺ വെച്ചൊന്ന് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ. കണ്ടല്ലോ, പുറമേ നല്ല ക്രിസ്പിയാണ്, അകം നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്നാക്സ് റെസിപ്പിയാണ്. മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലെ തന്നെ നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പീസാണ് കേട്ടോ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം ഒന്ന് കയറിക്കണ്ട് സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസായിട്ട് അറിയിക്കാനും മറക്കരുത്. കണ്ടല്ലോ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. പുറമെ നല്ല ക്രിസ്പിയാണ്, അകം നല്ല സോഫ്റ്റുമാണ്. മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കും. മറ്റൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്